ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ലിമിറ്റസ്. ഇതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഫൈൻഡിങ് ലിമിറ്റസ് ബൈ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 7x+5. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 7x+5. ഇവിടെ എന്ത് ചെയ്യണം വെച്ചാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യേണ്ടത്. എക്സ് ഏത് വാല്യൂ ആയിക്കാണ് ടെൻഡ് ചെയ്യണത്? 0. അപ്പോൾ എക്സ് സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 7 × 0 + 5 = 7 × 0 എന്താണ്? 0. 0 + 5 = എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 7 θ - 5. ഇവിടെ എന്ത് ചെയ്തു? വേരിയബിൾ എക്സ് പറഞ്ഞ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ട് ഏത് വേരിയബിളായി? തീറ്റ എന്ന് പറഞ്ഞ വേരിയബിളായി. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ തീറ്റ പറഞ്ഞ വേരിയബിൾ ഇവിടെ എന്തിലേക്കാണ് ടെൻഡ് ചെയ്യണത്? 0 പറഞ്ഞ വാല്യൂലേക്കാണ് ടെൻഡ് ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ തീറ്റ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 7 × 0 - 5 = 7 × 0 എന്താണ്? 0. 0 - 5 = -5 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ax + b / cx + d. ഇവിടെ എക്സ് ഏത് വാല്യൂലേക്കാണ് ടെൻഡ് ചെയ്യണത്? 0. അപ്പോൾ ആ 0 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുക? എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? a × 0 + b / c × 0 + d. a × 0 എന്താണ്? 0. 0 + b / c × 0 എന്താണ്? 0. 0 + d = b / d എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. നെക്സ്റ്റ് ടോപ്പിക് ഇതാണ് ഫൈൻഡിങ് ലിമിറ്റസ് ബൈ ഫാക്ടറൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രോബ്ലം ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 / x - 2. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ആദ്യം ചെയ്ത് നോക്കുന്നത്. ആദ്യം എന്ത് ചെയ്തു? എക്സ് ഏത് വാല്യൂലേക്കാണ് ടെൻഡ് ചെയ്യണത്? 2 എന്ന് പറഞ്ഞ വാല്യൂലേക്കാണല്ലോ. ആ 2 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്തു? എക്സിൻ്റെ സ്ഥാനത്ത് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 / x - 2 = എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2² - 4 / 2 - 2. 2² എന്താണ്? 4. 4 - 4 എന്ത് വരും? 0. 0 / 2 - 2 എന്ത് വരും? 0. അപ്പോൾ ഇവിടെ എന്താ കിട്ടുന്നത്? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 0/0 ഫോമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ മെത്തേഡ് കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് ഫാക്ടറൈസ് ചെയ്യണം. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഇക്വേഷനാണ് a² - b² എന്താണ്? a - b × a + b. ഇവിടെ നോക്കാം x² - 4 എന്ന് പറഞ്ഞ് ഈ ഫംഗ്ഷനിൽ കിടക്കുന്നുണ്ട്. ആ ടേമിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. x² - 4ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 2² = ഇതിപ്പോൾ ഏത് ഫോമുല? a² - b² എന്നുള്ള ഫോമുല. എയുടെ സ്ഥാനത്ത് ഏതാണ് കിടക്കുന്നത്? എക്സ്. ബിയുടെ സ്ഥാനത്ത് ഏതാണ് കിടക്കുന്നത്? 2 = എന്ത് വരും? x - 2 × x + 2. അപ്പോൾ എന്ത് ചെയ്തു? x² - 4 നമ്മൾ എന്ത് ചെയ്തു? x - 2 × x + 2 എന്ന് മാറ്റി എഴുതി. ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4 / x - 2. ഇതാണ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² - 4ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതുക? 2² / x - 2. ഇനി എന്ത് ചെയ്യുക? ഈ x² - 2² മാറ്റി എഴുതുക. അതിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതുക? x - 2 × x + 2 എന്ന് എഴുതുക. ഇവിടെ നോക്കുക മുകളിലും താഴെയും കോമൺ ആയി വരുന്നതാണ് x - 2 x - 2. ആ x - 2 x - എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x + 2 കിട്ടും. ഇനി എന്താ വെച്ചാൽ ആദ്യം ചെയ്ത പോലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യേണ്ടത്. എക്സ് ഏത് വാല്യൂക്കാണ് ടെൻഡ് ചെയ്യണത്? 2 എന്ന് പറഞ്ഞ വാല്യൂക്കാണ് ടെൻഡ് ചെയ്യണത്. ആ 2 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുക? എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 2 + 2 = എന്ത് കിട്ടും? 4 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലമാണിത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² + 4x - 5 / x² + x - 2. ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എക്സ് ഏത് വാല്യൂക്കാണോ ടെൻഡ് ചെയ്യണത് ആ വാല്യൂ എന്ത് ചെയ്യുക? എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് 1 കൊടുക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 1² + 4 × 1 - 5 / 1² + 1 - 2 = എന്ത് കിട്ടും? 0/0 എന്ന് പറഞ്ഞ ഫോമാണ് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യണം. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിടക്കുന്നത് ax² + bx + c എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. ax² + bx + c = 0 ആയ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? x = -b ± √b² - 4ac/2a പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്
ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്റർ എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. ന്യൂമറേറ്റർ ഇംപ്ലൈസ് 0 എന്ന് എടുക്കുക. ഇവിടെ ന്യൂമറേറ്റർ എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 എന്നാണ്. ഈക്വൽ 0 കൊടുക്കുക. ഇവിടെ എ എന്ത് കിട്ടും, 1, ബി ഈക്വൽ എന്ത് കിട്ടും, 4 കിട്ടും, സി ഈക്വൽ എന്ത് കിട്ടും, -5. അപ്പോൾ എക്സ് ഈക്വൽ എന്ത് വരും, -4 പ്ലസ് ഓർ മൈനസ് √4 സ്ക്വയർ മൈനസ് 4 × 1 × -5 ബൈ 2 × 1 ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് √4 സ്ക്വയർ എന്താണ് 16 മൈനസ് 4 × 1 × -5 എന്ത് വരും, -20 ബൈ 2 ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് √16 മൈനസ് -20 എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പോൾ എന്ത് വരും, 16 + 20 36 ബൈ 2. √36 എന്താണ്, √36 എന്താണ്, 6. അപ്പോൾ എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് 6 ബൈ 2. ഫസ്റ്റ് അപ്പോൾ എന്ത് എഴുതുക, എക്സിന് പ്ലസ് പറഞ്ഞ സൈൻ ഇട്ട് ചെയ്യുക, അടുത്ത് എന്ത് ചെയ്യുക, മൈനസ് പറഞ്ഞ സൈൻ ഇട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു -4 പ്ലസ് 6 ബൈ 2 ഓർ എക്സ് ഈക്വൽ ടു -4 മൈനസ് 6 ബൈ 2. -4 പ്ലസ് 6 ബൈ 2 എന്താണ്, 2 ബൈ 2 ഈക്വൽ ടു 1. -4 മൈനസ് 6 ബൈ 2 എന്താണ്, -10 ബൈ 2 ഈക്വൽ ടു എന്ത് കിട്ടും, -5. അപ്പോൾ എക്സ് 2 വാല്യൂസ് കിട്ടി. ഫസ്റ്റ് വാല്യൂ ആണ് 1, സെക്കൻഡ് വാല്യൂ ആണ് -5. ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ഈക്വൽ ടു എക്സ് മൈനസ് ഫസ്റ്റ് കിട്ടിയ സൊല്യൂഷൻ ഏതാണ്, 1, എക്സ് മൈനസ് സെക്കൻഡ് കിട്ടിയ സൊല്യൂഷനാണ് -5 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് -5 മൈനസ് എന്തായി മാറും, പ്ലസ് എക്സ് പ്ലസ് 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5നെ എങ്ങനെ മാറ്റി എഴുതി, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് എഴുതി. ഇതേപോലെ എന്ത് ചെയ്യുക, ഡിനോമിനേറ്റർ കിടക്കുന്ന ഇക്വേഷനായ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആ ഇക്വേഷൻ എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. അപ്പോൾ എന്ത് എഴുതും, എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഈക്വൽ ടു ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്, 1, എയുടെ സ്ഥാനത്ത് ഏതാണ്, 1, സി എന്താണ്, -2. എന്ത് കിട്ടും, -1 പ്ലസ് ഓർ മൈനസ് √1 സ്ക്വയർ മൈനസ് 4 × 1 × -2 ബൈ 2 × 1 ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് √1 മൈനസ് -8 എന്നാണ്. ആ മൈനസ് എന്തായി മാറും, പ്ലസ്. അപ്പോൾ 1 + 8 എന്താണ്, 9. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് √9 ബൈ 2 വരും. √9 എന്താണ്, 3. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് 3 ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് ആദ്യം എന്ത് ചെയ്യുക, പ്ലസ് കൊടുത്ത് ചെയ്യുക, പിന്നെ മൈനസ് കൊടുത്ത് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു ഫസ്റ്റ് വാല്യൂ എന്ത് കിട്ടും, -1 പ്ലസ് 3 ബൈ 2 ഈക്വൽ ടു 2 ബൈ 2 ഈക്വൽ ടു 1. സെക്കൻഡ് വാല്യൂ എക്സ് ഈക്വൽ ടു -1 മൈനസ് 3 ബൈ 2 ഈക്വൽ എന്ത് കിട്ടും, -4 ബൈ 2 ഈക്വൽ ടു -2. അങ്ങനെ എന്ത് കിട്ടി, എക്സ് 2 വാല്യൂസ് കിട്ടി, 1ഉം -2. ഈ കിട്ടിയ വാല്യൂസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2നെ മാറ്റി എഴുതുക. ഈക്വൽ ടു എക്സ് മൈനസ് ഫസ്റ്റ് കിട്ടിയ സൊല്യൂഷൻ ഏതാണ്, 1 ഇൻറ്റു എക്സ് മൈനസ് സെക്കൻഡ് കിട്ടിയ സൊല്യൂഷൻ ഏതാണ്, -2. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് -2 എന്തായി മാറും, പ്ലസ് ആയി മാറും, എക്സ് പ്ലസ് 2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ കിടക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 5ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം, എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. അതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2നെ ഡിനോമിനേറ്റർ കിടക്കുന്നതിന് എങ്ങനെ മാറ്റി എഴുതാം, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇനി ഇവിടെ നോക്കുക, ഇപ്പോൾ തന്നിരിക്കുന്ന ഈ ലിമിറ്ററിന് മാറ്റി എഴുതിയപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 വന്നു. ഇവിടെ മേലെയും താഴെയും കോമൺ ആയി വരുന്നതാണ് എക്സ് മൈനസ് 1. ആ എക്സ് മൈനസ് 1 എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 5 ബൈ എക്സ് പ്ലസ് 2 കിട്ടും. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഡയറക്റ്റായി എക്സ് ഏതിലേക്കാണ് ടെൻഡ് ചെയ്യണത്, 1. ഈ 1 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുക, എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 1 + 5 ബൈ 1 + 2 ഈക്വൽ ടു 6 ബൈ 3 ഈക്വൽ ടു എന്ത് കിട്ടും, 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആൾജിബ്രായിക്കൽ ലിമിറ്റ്. ആൾജിബ്രായിക്കൽ ലിമിറ്റ് എന്ന ടോപ്പിക്കിൽ നമ്മൾ മെയിനായി പഠിക്കേണ്ട ഇക്വേഷനാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും, എൻ എ റേസ് ടു എൻ മൈനസ് 1 ആയിരിക്കും. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലമാണ് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ്
4 മൈനസ് 16/x-2. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ 16 എന്ത് ചെയ്യണം, പവർ 4 വരുന്ന രീതിയിൽ മാറ്റി എഴുതണം. 16 എങ്ങനെ മാറ്റി എഴുതാം? 2/4. ഇത് എഴുതാൻ എളുപ്പമാണ്. 16 നേരെ കിടക്കുന്ന എക്സ് ഉണ്ടല്ലോ, എക്സിൻ്റെ പവർ എന്താണ്? 4. അപ്പോൾ അറിഞ്ഞ് എന്ത് ചെയ്യണം? 4 വരുന്ന രീതിയിൽ മാറ്റി എഴുതാം. എക്സ് ഏതിലേക്കാണോ ടെൻഡ് ചെയ്യണത് ആ വാല്യൂ എന്ത് ചെയ്യുക? താഴെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്തും? 2/4. 16 ഈക്വൽ ടു എന്ത് എഴുതാം? 2/4. ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x4 മൈനസ് 16/x-2 ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x4 മൈനസ് 16ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 2/4/x-2. ഇപ്പോൾ ഈ ഇക്വേഷൻ കിടക്കണം, അല്ലെങ്കിൽ ഈ പ്രോബ്ലം കിടക്കുന്ന ഏത് ഫോർമാറ്റിലാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു a x⁻n മൈനസ് a⁻x-a എന്നുള്ള ഫോർമാറ്റിലാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് ഏതാണ്? 2, എൻ്റെ സ്ഥാനത്ത് ഏതാണ്? 4. ഈക്വൽ ടു അപ്പോൾ എന്ത് വരും? 4 × 2⁻4−1 ഈക്വൽ ടു 4 × 2⁻4−1 എന്താണ്? 3 ഈക്വൽ ടു 4 × 2⁻3 എന്താണ്? 8. 4 × 8 ഈക്വൽ ടു എന്ത് കിട്ടും? 32. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 x⁻³ മൈനസ് 64/x²-16. ഈ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 64നെയും 16നെയും ചേഞ്ച് ചെയ്ത് എഴുതണം. 64നെ എങ്ങനെ എഴുതണം? പവർ 3 വരുന്ന രീതിയിൽ 64നെ മാറ്റി എഴുതാം. 16 എങ്ങനെ എഴുതണം? പവർ 2 വരുന്ന രീതിയിൽ 16നെ മാറ്റി എഴുതാം. അപ്പോൾ 64നെ എങ്ങനെ എഴുതാം? 4/3 എന്ന് എഴുതാം. 16 എങ്ങനെ എഴുതാം? 4² എന്ന് എഴുതാം. ആ പ്രോബ്ലം എങ്ങനെ മാറ്റി എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 x⁻³ മൈനസ് 64/x²-16 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 x³ മൈനസ് 64ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 4/3/x²-16ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? 4². ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രോബ്ലം കിടക്കുന്ന ഏത് ഫോർമാറ്റിലാണ്? ലിമിറ്റ് f/g എന്നുള്ള ഫോർമാറ്റിലാണ്. ഇപ്പോൾ ലിമിറ്റ് f/g ഈക്വൽ ടു ലിമിറ്റ് f ഇൻറ്റു ലിമിറ്റ് g എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 x³ മൈനസ് 4³ ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 x² - 4² എന്ന് വരും. ഈക്വൽ ടു ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കിടക്കണേൽ പവർ കളഞ്ഞാൽ എന്താ കിട്ടുക? x-4. താഴെ നോക്കി നോക്കുക, അവിടെയും പവർ കളഞ്ഞാൽ 2 എന്ന് പറഞ്ഞ പവർ കളഞ്ഞാൽ എന്താ കിട്ടുക? x-4. ആ x-4 ഉപയോഗിച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 x³ - 4³ ബൈ x-4 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 x² - 4² ബൈ x-4 എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിടക്കുന്നത് ഏത് ഫോർമാറ്റിലാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു a x⁻n മൈനസ് a⁻n ബൈ x-a എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ ആ ഇക്വേഷനായി കമ്പയർ ചെയ്യുമ്പോൾ മുകളിൽ ന്യൂമറേറ്ററിൽ n എന്താണ്? 3, a എന്താണ്? 4, ഡിനോമിനേറ്ററിൽ n എന്താണ്? 2, a ഈക്വൽ ടു എന്താണ്? 4. അപ്പോൾ എന്ത് മാറ്റി എഴുതുക? ഈക്വൽ ടു n⁻n-1 അതാണ് ഇക്വേഷൻ. എൻ്റെ സ്ഥാനത്ത് ചെയ്ത് കൊടുക്കുക 3 × 4⁻3−1 ബൈ താഴെ എന്ത് ചെയ്യുക? ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2 × 4⁻2−1 ഈക്വൽ ടു 3 × 4⁻3−1 എന്താണ്? 2 ബൈ 2 × 4⁻2−1 എന്താണ്? 1 ഈക്വൽ ടു 3 × 4 എന്താണ്? 4 × 4 ബൈ 2 × 4. മേലത്തെ ഒരു 4ഉം താഴത്തെ ഒരു 4 എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3 × 4 എന്താണ്? 12 ബൈ താഴെ എന്തുണ്ട്? 2 ഉണ്ട്. അപ്പോൾ 12/2 ഈക്വൽ ടു എന്ത് കിട്ടി? 6 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ട്രിഗണോമെട്രിക് ലിമിറ്റ്. ട്രിഗണോമെട്രിക് ലിമിറ്റിൽ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് റിസൾട്ടാണ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ/തീറ്റ ഈക്വൽ എന്താണ്? 1 ആണ്. എന്താണ്? ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ/തീറ്റ ഈക്വൽ ടു എന്താണ്? 1. ഈ തീറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ട് ഏത് വേരിയബിൾ ആയാലും എന്താ റിസൾട്ട് ഇത് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ട് എക്സ് ആയി വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ x/x ഈക്വൽ ടു എന്ത് കിട്ടും? 1. അതേപോലെ എക്സ് ചേഞ്ച് ചെയ്തിട്ട് ടി ആണെങ്കിലോ ലിമിറ്റ് ടി ടെൻസ് ടു 0 സൈൻ t/t ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. നെക്സ്റ്റ് റിസൾട്ടാണ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ m⁻m⁻ ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ട്രിഗണോമെട്രിക് ലിമിറ്റ് പറഞ്ഞാൽ
ടോപ്പിക്കിൽ വരുന്ന റിസൾട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോബ്ലമാണ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 4 തീറ്റ. ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് സൈൻ എം തീറ്റ ബൈ എം തീറ്റ എന്നുള്ള ഫോർമാറ്റിലാണോ? അല്ല. താഴെ എന്താണ് 4 തീറ്റ എന്നാണ്, മേലെ എന്താ വരുന്നത് 5 തീറ്റ. അപ്പോൾ എന്ത് ചെയ്യണം, താഴത്തെ എന്താക്കി മാറ്റണം 5 തീറ്റ എന്നാക്കി മാറ്റണം. എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഡയറക്റ്റ് റിസൾട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 4 തീറ്റ ഈക്വൽ ടു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 1/4 ഇൻറ്റു സൈൻ 5 തീറ്റ ബൈ തീറ്റ എന്ന് വരും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 1/4 എന്ന് പറയുന്നത് എന്താണ്, കെ ആണ്. ഇത് ഏത് ഫോർമാറ്റിലാണ്? അപ്പോൾ ലിമിറ്റ് കെ എഫ് എന്നുള്ള ഫോർമാറ്റിലാണ്. കെനെ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്ത് വരും, 1/4 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ തീറ്റ എന്ന് കിട്ടും. ശ്രദ്ധിക്കുക, മുകളിൽ സൈൻ്റെ ഒപ്പം എന്താണ് 5 തീറ്റ എന്നാണ്. അപ്പോൾ താഴെ എന്താക്കി വേണം 5 തീറ്റ. അതിന് വേണ്ടി എന്ത് ചെയ്യുക, മുകളിലും താഴെ എന്തൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 1/4 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 5 ഇൻറ്റു സൈൻ 5 തീറ്റ ബൈ 5 തീറ്റ എന്ന് കിട്ടും. ഇവിടെ ഈ 5 എന്ന് പറയുന്നത് എന്താണ്, കെ ആണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ത് ചെയ്യണം, നമ്മൾ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്ത് വരും, 1/4 ഇൻറ്റു 5 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 5 തീറ്റ എന്ന് കിട്ടും. 1 ഇൻറ്റു 5 എന്താണ് 5 ബൈ 4 5/4 എന്ന് കിട്ടും. ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 5 തീറ്റ ബൈ 5 തീറ്റ എന്താണ് 1. അപ്പോൾ 5/4 ഇൻറ്റു 1 ഈക്വൽ ടു എന്താ ആൻസർ വരിക, 5/4. ഇവിടെ അറിയാതെ എഴുതിയാണ് 5, ആൻസർ 5/4 എന്നാണ്. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ 5/4. നെക്സ്റ്റ് പ്രോബ്ലമാണ് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ്. ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ടാൻ എക്സ് ഈക്വൽ എപ്പോഴും എന്താണ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അതേപോലെ തന്നെ എക്സിനെ എങ്ങനെ എഴുതാം, x/1 എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റിനെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സിന് സ്ഥാനത്ത് എന്ത് എഴുതുക, സൈൻ എക്സ് ബൈ കോസ് എക്സ് ബൈ എക്സിന് സ്ഥാനത്ത് എന്ത് എഴുതുക, x/1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ലിമിറ്റൊക്കെ അതേപോലെ എഴുതുക, സൈൻ എക്സ് ബൈ കോസ് എക്സും അതേപോലെ എഴുതുക. x/1 എന്ത് ചെയ്യുക, മോളിക്ക് കൊണ്ടുപോകുക. x/1 മോളിക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും, 1/x ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു എക്സ് എന്താണ് എക്സ് കോസ് എക്സ്. ഇനി എന്ത് ചെയ്യുക, അതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിനെ എഫ് ആക്കി എടുക്കുക, 1 കോസ് എക്സിനെ എന്ത് ചെയ്യുക, ജി ആക്കി എടുക്കുക. ലിമിറ്റ് എഫ് ഇൻറ്റു ജി എന്താണ്, ലിമിറ്റ് എഫ് എ ഇൻറ്റു ലിമിറ്റ് ജി. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 കോസ് എക്സ് എന്ന് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ് 1 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 കോസ് എക്സിൻ്റെ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യേണ്ടത്. എക്സ് ഏത് വാല്യൂലേക്ക് അറ്റൻഡ് ചെയ്യണത് 0. ആ 0 എന്ന് പറഞ്ഞ വാല്യൂ എന്ത് ചെയ്യുക, എക്സിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ എന്തൊരു 1 കോസ് 0. കോസ് 0 എന്താണ് 1 ആണ്. അപ്പോൾ എന്ത് കിട്ടും, 1 ഇൻറ്റു 1/1 ഈക്വൽ ടു 1 ഇൻറ്റു 1 ഈക്വൽ ടു എന്ത് ആൻസർ വരും 1. നെക്സ്റ്റ് പ്രോബ്ലമാണ് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 കോസ് 2x ബൈ എക്സ് സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് 1 കോസ് 2x എപ്പോഴും എന്തായിരിക്കും 2 സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും. എന്താണ് റിസൾട്ട്, 1 കോസ് 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും. ഈ റിസൾട്ട് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ എങ്ങനെ മാറ്റി എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 കോസ് 2x ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 കോസ് 2xന് സ്ഥാനത്ത് എന്ത് എഴുതാം, 2 സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ 2 എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. ആ 2നെ എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും, 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. സൈൻ സ്ക്വയർ എക്സ് പറയുന്നത് എന്താണ്, സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. എക്സ് സ്ക്വയർ പറയുന്നത് എന്താണ്, എക്സ് ഇൻറ്റു എക്സ്. ഫസ്റ്റ് കിടക്കുന്ന സൈൻ എക്സ് ബൈ എക്സിനെ എഫ് ആക്കിയിട്ടും സെക്കൻഡ് കിടക്കുന്ന സൈൻ എക്സ് ബൈ എക്സിനെ എന്ത് ചെയ്യുക, ജി ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും, 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് എന്ന് കിട്ടും. ലിമിറ്റ് എഫ് ഇൻറ്റു ജി എന്താണ്, ലിമിറ്റ് എഫ് എ ഇൻറ്റു ലിമിറ്റ് ജി. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് എന്ത് ചെയ്യുക, രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഈക്വൽ ടു 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഫസ്റ്റേന് ലിമിറ്റ് കൊടുത്തു. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. സെക്കൻഡിന് എന്ത് കൊടുത്തു, ലിമിറ്റ് കൊടുത്തു. ഈക്വൽ ടു 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ് 1 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ് 1. അപ്പോൾ 2 ഇൻറ്റു 1 ഇൻറ്റു 1 ഈക്വൽ ടു എന്ത് കിട്ടും, ആൻസർ 2 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. നെക്സ്റ്റ് പ്രോബ്ലമാണ് ഇവാലുവേറ്റ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ഇൻറ്റു കോസ് തീറ്റ ബൈ തീറ്റ.
ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ഫംഗ്ഷൻ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ കോസ് തീറ്റ ബൈ തീറ്റ ഈക്വൽ ടു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റേനെ എഫ് ആക്കി എടുക്കുക, കോസ് തീറ്റേനെ എന്താക്കി എടുക്കുക, ജി ആക്കി എടുക്കുക. ലിമിറ്റ് എഫ് ഇൻറ്റു ജി എന്താണ്, ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് ജി ആണ്. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ തീറ്റ ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റ എന്ന് വരും. ഫസ്റ്റ് കിടക്കുന്ന ഫംഗ്ഷനിൽ സൈൻ 3 തീറ്റ ബൈ തീറ്റ എന്നാണ് കിടക്കുന്നത്. ശരിക്കും താഴെ എന്ത് വരണം, 3 തീറ്റ വരണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിസൾട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് എന്ത് ചെയ്യുക, മുകളിലും താഴെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 3 ഇൻറ്റു സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ അങ്ങനെ എഴുതുക ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 കോസ് തീറ്റയുടെ അവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചെയ്യേണ്ടത്. ഡയറക്റ്റായി തീറ്റയ്ക്ക് എന്ത് കൊടുക്കുക, 0 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, കോസ് 0. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 3 എന്ന് പറഞ്ഞ് ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 3 സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ. അതിൽ 3 പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ആ 3 എന്ത് ചെയ്യുക, പുറത്തിട്ട്. അപ്പോൾ എന്ത് വരും, 3 ഇൻറ്റു ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ ഇൻറ്റു കോസ് 0 വരും. 3 അതേപോലെ എഴുതുക, ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ 3 തീറ്റ ബൈ 3 തീറ്റ എന്താണ്, 1 ആണ്. അപ്പോൾ 3 ഇൻറ്റു 1 ഇൻറ്റു കോസ് 0 എന്താണ്, 1. അപ്പോൾ എന്ത് കിട്ടും, 3 ഇൻറ്റു 1 ഇൻറ്റു 1 ഈക്വൽ ടു എന്താ ആൻസർ കിട്ടും, 3 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്, 3. ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട കുറച്ച് റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടാണ് ഡി ബൈ ഡി എക്സ് എക്സ് റീസ് ടു എൻ ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും, എൻ എക്സ് റീസ് ടു എൻ മൈനസ് 1. അതേപോലെ തന്നെ ഡി ബൈ ഡി എക്സ് റൂട്ട് എക്സ് ഈക്വൽ എന്താണ്, 1/2 റൂട്ട് എക്സ്. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് 1/x ഈക്വൽ എന്താണ്, മൈനസ് 1/x². ഡി ബൈ ഡി എക്സ് എക്സ് ഈക്വൽ എന്താണ്, 1. ഡി ബൈ ഡി എക്സ് ലോഗ് എക്സ് ഈക്വൽ എന്താണ്, 1/x. ഡി ബൈ ഡി എക്സ് ഇ റീസ് ടു എക്സ് ഈക്വൽ എന്താണ്, എപ്പോഴും ഇ റീസ് ടു എക്സ് ആണ്. അതേപോലെ തന്നെ ഡി ബൈ ഡി എക്സ് സൈൻ എക്സ് ഈക്വൽ എന്താണ്, കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് കോസ് എക്സ് ഈക്വൽ എന്താണ്, മൈനസ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് സീക്ക് എക്സ് ഈക്വൽ എന്താണ്, സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഡി ബൈ ഡി എക്സ് കോസീക്ക് എക്സ് എന്താണ്, മൈനസ് കോസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ്. ഡി ബൈ ഡി എക്സ് ടാൻ എക്സ് ഈക്വൽ എന്താണ്, സീക്ക് സ്ക്വയർ എക്സ്. ഡി ബൈ ഡി എക്സ് കോട്ട് എക്സ് ഈക്വൽ എന്താണ്, മൈനസ് കോസി സ്ക്വയർ എക്സ്. ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ വരുന്ന എല്ലാ ഫംഗ്ഷനിലും സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവിൽ എന്തുണ്ടായിരിക്കും, മൈനസ് സൈൻ ഉണ്ടായിരിക്കും. ആ മൈനസ് സൈൻ ആരും ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് റിസൾട്ടാണ് ഡി ബൈ ഡി എക്സ് കെ ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും, 0 ആയിരിക്കും. കെ എന്ന് പറഞ്ഞാൽ ഏതൊരു കോൺസ്റ്റൻറ്റും ആയിക്കോട്ടെ, ഡി ബൈ ഡി എക്സ് കെ ഈക്വൽ എന്താണ്, 0 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് 1 എന്താണ്, 0. അതേപോലെ തന്നെ ഡി ബൈ ഡി എക്സ് 100 എന്താണ്, 0. നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ വരുന്ന കുറച്ച് റിസൾട്ടുകളാണ്. ഡി ബൈ ഡി എക്സ് യു പ്ലസ് വി സീക്വൽ എന്താണ്, ഡി ബൈ ഡി എക്സ് യു പ്ലസ് ഡി ബൈ ഡി എക്സ് വി. അതേപോലെ തന്നെ ഡി ബൈ ഡി എക്സ് യു മൈനസ് വി സീക്വൽ എന്താണ്, ഡി ബൈ ഡി എക്സ് യു മൈനസ് ഡി ബൈ ഡി എക്സ് വി. നെക്സ്റ്റ് റിസൾട്ടാണ് ഡി ബൈ ഡി എക്സ് കെ യു ഈക്വൽ എന്താണ്, കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് യു. കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ബാക്കിയുള്ള ഡി ബൈ ഡി എക്സ് എന്ത് ചെയ്യുക, യു എന്ന് എഴുതുക. ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡി ബൈ ഡി എക്സ് സൈൻ എക്സ് പ്ലസ് റൂട്ട് എക്സ്. ശ്രദ്ധിക്കുക, ഈ ഡി ബൈ ഡി എക്സ് സൈൻ എക്സ് പ്ലസ് റൂട്ട് എക്സ് ആണ് ഏത് ഫോർമാറ്റിലാണ് നടക്കുന്നത്, യു പ്ലസ് വി. ഡി ബൈ ഡി എക്സ് യു പ്ലസ് വി എന്നുള്ള ഫോർമാറ്റിലാണ് നടക്കുന്നത്. ഇവിടെ യു ഏതാണ്, സൈൻ എക്സ്, വി ഏതാണ്, റൂട്ട് എക്സ്. അപ്പം എന്ത് ചെയ്യുക, ഡി ബൈ ഡി എക്സ് യു പ്ലസ് വി, ഡി ബൈ ഡി എക്സ് യു പ്ലസ് വി എന്നുള്ള ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് രണ്ടിനും സെപ്പറേറ്റ് എന്ത് കൊടുക്കുക, ഡി ബൈ ഡി എക്സ് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ഡി ബൈ ഡി എക്സ് സൈൻ എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് റൂട്ട് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് സൈൻ എക്സ് എന്താണ്, കോസ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് റൂട്ട് എക്സ് എന്നാണ് 1/2 റൂട്ട് എക്സ്. അപ്പോൾ എന്ത് കിട്ടി, ഡി ബൈ ഡി എക്സ് സൈൻ എക്സ് പ്ലസ് റൂട്ട് എക്സ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് 1/2 റൂട്ട് എക്സ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഡി ബൈ ഡി എക്സ് ലോഗ് എക്സ് മൈനസ് ഇ റീസ് ടു എക്സ്. ഈ ക്വസ്റ്റ്യൻ കിടക്കുന്ന ഏത് ഫോർമാറ്റിലാണ്, ഡി ബൈ ഡി എക്സ് യു മൈനസ് വി എന്നുള്ള ഫോർമാറ്റിലാണ്. യുവിൻ്റെ സ്ഥാനത്താണ് ഏത് കിടക്കുന്നത്, ലോഗ് എക്സ്. വിയുടെ സ്ഥാനത്താണ് ഏത് കിടക്കുന്നത്, ഇ റീസ് ടു എക്സ്. അപ്പം എന്ത് ചെയ്യുക, ഡി ബൈ ഡി എക്സ് യു മൈനസ് വി ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് യു മൈനസ് ഡി ബൈ ഡി എക്സ് വി. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് വരും, ഡി ബൈ ഡി എക്സ് ലോഗ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഇ റീസ് ടു എക്സ് കിട്ടും. ഡി ബൈ ഡി എക്സ് ലോഗ് എക്സ് എന്താണ്, 1/x മൈനസ് ഡി ബൈ ഡി എക്സ് ഇ റീസ് ടു എക്സ് എന്താണ്, ഇ റീസ് ടു എക്സ്. അപ്പോൾ എന്ത് ആൻസർ കിട്ടി, 1/x മൈനസ് ഇ റീസ് ടു എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡി ബൈ ഡി എക്സ് 2 സൈൻ എക്സ്. ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് കെ യു എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് കെ യു എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. കെൻ്റെ സ്ഥാനത്താണ് ഏത് പറയുന്നത്, 2 എന്ന് പറയുന്നത്. യു എന്ന് പറഞ്ഞാൽ എക്സ് യൂസ് ചെയ്തിട്ടുള്ള യു എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ഏത്, സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് കെ യു എന്താണ്, കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് യു ആണ്.
കെയാണ് നമ്മൾ എന്ത് ചെയ്യണം പുറത്തേക്ക് എടുക്കണം. ഇവിടെ കെയുടെ സ്ഥാനത്ത് ഏതാണ് 2. അപ്പോൾ 2നെ ആദ്യം എന്ത് ചെയ്യുക പുറത്തെടുത്ത് എഴുതുക. ബാക്കി എന്ത് വരും d/dx sin x ഈക്വൽ ടു 2 അതേപോലെ എഴുതുക. d/dx sin x എന്താണ് cos x. അപ്പോൾ എന്താ ആൻസർ കിട്ടി 2 cos x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് d/dx x⁴. ഈ x⁴ എന്ന് പറഞ്ഞാൽ ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത് x⁻n എന്നുള്ള ഫോർമാറ്റിലാണ്. d/dx x⁻n എന്താണ് n(x⁻n-1). ഈ ക്വസ്റ്റ്യനിൽ എൻ്റെ സ്ഥാനത്ത് ഏതാണ് 4 ആണ്. അപ്പോൾ ആദ്യം എന്ത് എഴുതണം n എഴുതണം. അപ്പോൾ എന്ത് എഴുതും 4 × x⁻n-1 ആണ്. n-1ൻ്റെ സ്ഥാനത്ത് എന്ത് വരും 4 - 1 ഈക്വൽ ടു 4x⁴ - 1 എന്താണ് 3. അപ്പോൾ എൻ്റെ ആൻസർ കിട്ടി 4x⁴. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് d/dx 2x + 5. d/dx 2x + 5 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കിടക്കുന്ന ഏത് ഫോർമാറ്റിലാണ് d/dx u + v എന്നുള്ള ഫോർമാറ്റിലാണ്. ഇവിടെ ഏതാണ് u 2x, v ഏതാണ് 5. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് എന്ത് കൊടുക്കുക d/dx. അപ്പോൾ എന്ത് കിട്ടി d/dx 2x + d/dx 5 എന്ന് കിട്ടി. d/dx 2x ആണ് ഏത് ഫോർമാറ്റിലാണ് d/dx ku എന്നുള്ള ഫോർമാറ്റിലാണ്. കെൻ്റെ സ്ഥാനത്താണ് ഏത് 2 കിടക്കുന്നത്, യുവിൻ്റെ സ്ഥാനത്താണ് ഏത് കിടക്കുന്നത് x കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 2നെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും 2 × d/dx x + d/dx 5 എന്താണ് 5 പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 0 ഈക്വൽ ടു 2 × d/dx x എന്താണ് 1. അപ്പോൾ 2 × 1 + 0 ഈക്വൽ ടു 2 × 1 എന്താണ് 2. അപ്പോൾ ആൻസർ എന്ത് കിട്ടി 2 എന്ന് കിട്ടി. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂളിൽ നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് ഇക്വേഷനാണിത്. എന്താണെന്ന് വെച്ചാൽ യുവും വിയും എന്താണ് 2 ഫങ്ഷൻസാണ്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ള 2 ഫങ്ഷൻസാണ് യുവും വിയും. അങ്ങനെയാണെങ്കിൽ d/dx u × v ഈക്വൽ ടു എന്തായിരിക്കും u × d/dx v + v × d/dx u ആയിരിക്കും. എന്താണ് d/dx u × v ഈക്വൽ ടു എന്താണ് u × d/dx v + v × d/dx u. ഇതിനെയാണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുക. യുവും വിയും എക്സ് യൂസിൽ 2 ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഈ റൂളിൽ പറയുന്നത്. ഈ റൂൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പറയുന്നത്. നെക്സ്റ്റ് ഇവാലുവേറ്റ് d/dx sin x × cos x. ഈ പ്രോബ്ലത്തിൽ എങ്ങനെ ഈ റൂൾ അപ്ലൈ ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഏത് ഫോർമാറ്റിലാണ് d/dx u × v എന്ന് പറഞ്ഞ ഫോർമാറ്റിലല്ലേ. യുവിൻ്റെ സ്ഥാനത്ത് ഏതാണ് sin x, വിയുടെ സ്ഥാനത്ത് ഏതാണ് cos x. അപ്പോൾ എന്താ എഴുതുക d/dx sin x × cos x ഈക്വൽ ടു ഇവിടെ എന്താ അപ്ലൈ ചെയ്യുക പ്രൊഡക്റ്റ് റൂൾ ആദ്യം എഴുതേണ്ടത് യു ആണ്. ഇവിടെ യുവിൻ്റെ സ്ഥാനത്ത് ഏതാണ് sin x × d/dx v എന്നാണ്. വിയുടെ സ്ഥാനത്ത് ഇവിടെ ഏതാണ് cos x + v ഏതാണ് cos x × d/dx u എന്നാണ്. യുവിൻ്റെ സ്ഥാനത്ത് ഏതാണ് sin x ഈക്വൽ ടു sin x അതേപോലെ എഴുതുക. d/dx cos x എന്താണ് -sin x + cos x അതേപോലെ എഴുതുക. d/dx sin x എന്താണ് cos x. ഇവിടെ ശ്രദ്ധിക്കുക ഈക്വൽ ടു sin x × -sin x എന്ത് വരും -sin² x + cos x × cos x എന്ത് കിട്ടും cos² x. അപ്പോൾ എന്ത് കിട്ടി d/dx sin x × cos x ഈക്വൽ ടു -sin² x + cos² x എന്ന് കിട്ടി. ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക്കാണ് കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്താണെന്ന് വെച്ചാൽ യുവും വിയും എക്സ് യൂസ് ചെയ്തിട്ടുള്ള 2 ഫങ്ഷൻസാണ്. എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ യൂസ് ചെയ്തിട്ടുള്ള 2 ഫങ്ഷൻസാണ് ഏത് യുവും വിയും. അങ്ങനെയാണെങ്കിൽ d/dx u/v ഈക്വൽ ടു എന്തായിരിക്കും v × d/dx u - u × d/dx v/v² ആയിരിക്കും. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് u/v ഫോർമാറ്റിലാണെങ്കിലാണ് ഈ റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ റൂൾ അപ്ലൈ ചെയ്യണ നെക്സ്റ്റ് ഈ റൂൾ അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ് d/dx log x/x. ഈ ക്വസ്റ്റ്യൻ കിടക്കുന്ന ഏത് ഫോർമാറ്റിലാണ് u/v എന്നാണ് ഫോർമാറ്റിലാണ്. യുവിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഏതാണ് log x, വിയുടെ സ്ഥാനത്ത് ഏതാണ് x. അപ്പോൾ എന്താ അപ്ലൈ ചെയ്യുക കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും d/dx log x/x ഈക്വൽ ടു ആദ്യം എന്ത് എഴുതണം വിയുടെ സ്ഥാനത്ത് ഇവിടെ ഏതാണ് x × d/dx u എന്നാണ്. യുവിൻ്റെ സ്ഥാനത്ത് ഏതാണ് log x - u എന്നാണ്. യുവിൻ്റെ സ്ഥാനത്ത് ഏതാണ് log x × d/dx v ആണ്. വിയുടെ സ്ഥാനത്ത് ഏതാണ് x/v² എന്നാണ്. വിയുടെ സ്ഥാനത്ത് ഏതാണ് x. അപ്പോൾ എന്ത് കിട്ടും x² ഈക്വൽ ടു x അതേപോലെ എഴുതി. d/dx log x എന്താ 1/x - log x അതേപോലെ എഴുതി. d/dx x എന്താണ് 1/x² ഈക്വൽ ടു മുകളിൽ കിടക്കുന്ന x എന്ത് ചെയ്യുക ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും 1 - log x × 1 എന്താണ് log x/x². അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ 1 - log x/x² എന്ന് കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം ആണ് d/dx e⁻²x cos 3x. ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് u × v എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. u × v എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണെങ്കിൽ d/dx u × v അറിയുമ്പോൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇവിടെ എന്ത് വരും ഇവിടെ u ഏതാണ് e⁻²x, v ഏതാണ് cos 3x.
ഡയറക്റ്റ് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഈക്വൽ ടു എന്ത് വരും, എ റേസ് ടു 2x ഇൻറ്റു ഡി ബൈ ഡി എക്സ് കോസ് 3x പ്ലസ് കോസ് 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഇ റേസ് ടു 2x എന്ന് കിട്ടും. ഈക്വൽ ടു ഇ റേസ് ടു 2x അതേപോലെ എഴുതി. ഡി ബൈ ഡി എക്സ് കോസ് 3x അത് ഏത് ഫോർമാറ്റിലാണ് നടക്കുന്നത്, ഡി ബൈ ഡി എക്സ് കോസ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിലാണ് നടക്കുന്നത്. ഡി ബൈ ഡി എക്സ് കോസ് എഫ് ഓഫ് എക്സ് എന്താണ്, മൈനസ് സൈൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടെ ഡി ബൈ ഡി എക്സ് കോസ് 3x അതിലേതാണ് എഫ് ഓഫ് എക്സ് 3x. അപ്പോൾ ഡെറിവേറ്റീവ് എന്ത് വരും, എ റേസ് ടു 2x ഇൻറ്റു മൈനസ് സൈൻ 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് 3x പ്ലസ് കോസ് 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഇ റേസ് ടു 2x ഏത് ഫോർമാറ്റിലാണ്, ഡി ബൈ ഡി എക്സ് ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന ഫോർമാറ്റാണ്. ഡി ബൈ ഡി എക്സ് ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്താണ്, ഇ റേസ് ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഏതാ കിടക്കുന്നത് 2x. അപ്പോൾ എന്ത് വരും, ഇ റേസ് ടു 2x ഇൻറ്റു ഡി ബൈ ഡി എക്സ് 2x എന്ന് വരും. ഈക്വൽ ടു മൈനസ് ആദ്യം എടുത്ത് എഴുതുക, മൈനസ് ഇ റേസ് ടു 2x സൈൻ 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് 3x എന്താണ് 3 പ്ലസ് കോസ് 3x ഇൻറ്റു ഇ റേസ് ടു 2x ഡി ബൈ ഡി എക്സ് 2x എന്താണ് 2. അപ്പോൾ എന്ത് കിട്ടിയ ആൻസർ, മൈനസ് ഇ റേസ് ടു 2x സൈൻ 3x ഇൻറ്റു 3 പ്ലസ് കോസ് 3x ഇൻറ്റു ഇ റേസ് ടു 2x ഇൻറ്റു 2 എന്ന് കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലമാണ് ഡി ബൈ ഡി എക്സ് സൈൻ 2x ബൈ കോസ് 3x. ഈ ക്വസ്റ്റ്യൻ കിടക്കുന്ന ഏത് ഫോർമാറ്റിലാണ്, യു ബൈ വി എന്ന ഫോർമാറ്റിലാണ്. അപ്പോൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് കോഷ്യൻ റൂള്, ഡി ബൈ ഡി എക്സ് യു ബൈ വി ഈക്വൽ ടു വി ഇൻറ്റു ഡി ബൈ ഡി എക്സ് യു മൈനസ് യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് വി ബൈ വി സ്ക്വയർ എന്നാണ്. ഇവിടെ ഏതാണ് യു, സൈൻ 2x, വി ഏതാണ് കോസ് 3x. അപ്പോൾ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, കോസ് 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് സൈൻ 2x മൈനസ് സൈൻ 2x ഇൻറ്റു ഡി ബൈ ഡി എക്സ് കോസ് 3x ബൈ കോസ് 3x ഹോൾ സ്ക്വയർ ഈക്വൽ ടു കോസ് 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് സൈൻ 2x എന്താണ്, കോസ് 2x ഇൻറ്റു ഡി ബൈ ഡി എക്സ് 2x. കാരണം എന്താണ്, ഡി ബൈ ഡി എക്സ് സൈൻ എഫ് ഓഫ് എക്സ് എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. മൈനസ് സൈൻ 2x ഇൻറ്റു ഡി ബൈ ഡി എക്സ് കോസ് 3x എന്താണ്, മൈനസ് സൈൻ 3x ഇൻറ്റു ഡി ബൈ ഡി എക്സ് 3x ബൈ കോസ് 3x ഹോൾ സ്ക്വയർ ഈക്വൽ ടു കോസ് 3x ഇൻറ്റു കോസ് 2x ഡി ബൈ ഡി എക്സ് 2x എന്താണ് 2 പ്ലസ് മൈനസ് മൈനസ് അവിടെ എന്തായി മാറും, പ്ലസ് ആയി മാറും. സൈൻ 2x ഇൻറ്റു സൈൻ 3x ഇൻറ്റു 3 ബൈ കോസ് 3x ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എന്താ ആൻസർ കിട്ടിയത്, കോസ് 3x കോസ് 2x ഇൻറ്റു 2 പ്ലസ് സൈൻ 2x സൈൻ 3x ഇൻറ്റു 3 ബൈ കോസ് 3x ഹോൾ സ്ക്വയർ എന്നാണ് ആൻസർ കിട്ടിയത്. ഓർമ്മിക്കേണ്ട ഇക്വേഷൻ ഏതാണെന്ന് വെച്ചാൽ ഡി ബൈ ഡി എക്സ് സൈൻ എഫ് ഓഫ് എക്സ് എന്താണ്, കോസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ്. അതേപോലെ തന്നെ ഡി ബൈ ഡി എക്സ് കോസ് എഫ് ഓഫ് എക്സ് എന്താണ്, മൈനസ് സൈൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ്.